ആദ്യം രാഹുൽ ഗാന്ധി അണുബോംബുമായി രംഗത്ത് വന്നെങ്കിൽ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ അത് ഹൈഡ്രജൻ ബോംബാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് ഹൈഡ്രജൻ ബോംബല്ല, ഹൈഡ്രജൻ ബോംബ് ഇനി അദ്ദേഹം പൊട്ടിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവന വന്നത്. മോദി ദുർബലനായ പ്രധാനമന്ത്രി എന്നാണ്. ഇന്ത്യ കണ്ട ഏറ്റവും ദുർബലനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. അങ്ങനെ ദുർബലനായ ഒരു പ്രധാനമന്ത്രിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലാത്ത കഴിവുകെട്ടവനാണോ രാഹുൽ ഗാന്ധി എന്നാണ് തിരിച്ചുള്ള ചോദ്യം. കാരണം അദ്ദേഹം ദുർബലനായ പ്രധാനമന്ത്രിയാണെങ്കിൽ 2 തവണ ഇലക്ഷൻ വന്നല്ലോ. അതിനുശേഷം 2014 പോട്ടെ, 5 വർഷം അദ്ദേഹം ദുർബലനായിരുന്നു. 2019 തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. ആ ദുർബലനെ പരാജയപ്പെടുത്താൻ കഴിയാത്തൊരു കഴിവുകെട്ട നേതാവാണോ രാഹുൽ ഗാന്ധി? പിന്നെ 2024 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ത്യയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറിയിട്ടുള്ളത് മൻമോഹൻ സിംഗ് ആണ്. അത് എല്ലാവരും തുറന്നു സമ്മതിക്കും. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തിൽ നാം പല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടല്ലോ. കാരണം പ്രത്യേകിച്ച് ചൈനയുമായി ഇപ്പോൾ മോദി ബന്ധം പുലർത്തിയപ്പോൾ പഴയ ചൈനയുടെ നേതാക്കൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അവർ ആ ചൈനയിലെ നേതാക്കൾ മൻമോഹൻ സിംഗുമായി കൈകൊടുക്കുന്നത്, സോണിയാഗാന്ധിയുമായി കൈകൊടുക്കുന്നതെന്ന് ചിത്രങ്ങൾ വരുന്നുണ്ട്. അതിലെന്തു പറയുന്നു? അതിലേറെ പറയുന്നു ഈ രാഹുൽ ഗാന്ധി തന്നെ മൻമോഹൻ സിംഗിന്റെ സർക്കാർ ഒരു ഓർഡിനൻസ് പാസ്സാക്കിയപ്പോൾ പത്രസമ്മേളനം വിളിച്ച് അത് പരസ്യമായി കീറിക്കളയുകയാണ്. മൻമോഹൻ സിംഗിനെ അപമാനിക്കുകയാണ്. അദ്ദേഹം ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോഴാണ് ഈ പീറച്ചക്കനായി പലരും ചൂണ്ടിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധി അജയമാക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിലേക്ക് കടന്നു വരികയും അവിടെ വച്ച് തന്നെ ഈ ഓർഡിനൻസിനെ കീറിക്കളയുകയാണ്. അത്തരത്തിൽ അദ്ദേഹത്തെ ഒരു ദുർബലനായ പ്രധാനമന്ത്രിയാക്കി മാറ്റിയതാരാണ്? ഈ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബവുമായിരുന്നു. അവർക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു മുഖംമൂടി മാത്രമായിരുന്നു മൻമോഹൻ സിംഗ്. അതെന്തായാലും ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ രാഹുൽ ഗാന്ധിയെ, യുവരാജകുമാരനെ, ഈ അധികാര കസേര കൊടുക്കാതെ പുറത്തു നിർത്തിയിരിക്കുന്നത്. എത്ര നാളായി ഇദ്ദേഹത്തെ പുറത്തു നിർത്തിയിരിക്കുന്നു? ഇതാ ഇപ്പോൾ 11ാമത്തെ കൊല്ലമല്ലേ കടന്നു പോകുന്നത്. അദ്ദേഹം 2014 മുതൽ ഈ പ്രധാനമന്ത്രി കസേര ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പുറത്തു നിർത്തിയില്ലേ ഇന്ത്യയിലെ ജനങ്ങൾ? എന്നിട്ട് ഇദ്ദേഹം എവിടെയെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ വരുമോ അവിടെയെല്ലാം ജനങ്ങൾ തേടിപ്പിടിച്ച് പരാജയപ്പെടുത്തിയിട്ടില്ലേ? ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഹരിയാനയിലും ഛത്തീസ്ഗഡിലും അതോടൊപ്പം തന്നെ ഒറീസയിലും അടക്കം എല്ലാ സംസ്ഥാനങ്ങളിലും ഇദ്ദേഹത്തെ പൂർണ്ണമായി തന്നെ പരാജയപ്പെടുത്തും. ഇദ്ദേഹം ഒരു 100 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ 90 തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ നേതാവാണ് ഇന്ന് പറയുന്നത് നരേന്ദ്രമോദി ദുർബലനായ പ്രധാനമന്ത്രിയാണെന്ന്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണം. AKG അടക്കമുള്ളവർ തുടങ്ങി വച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം എന്താണ് അവിടെ ഉണ്ടാക്കുന്നത്? കാരണം ഇദ്ദേഹത്തിന് അങ്ങ് മലേഷ്യയിൽ പോകാനേ സമയമില്ല. മലേഷ്യയിൽ പോകണം, ബ്രിട്ടനിൽ പോകണം. ആ തിരക്കിനിടയ്ക്കാണ് ഒരു പാർട്ട് ടൈം ജോലി നോക്കുന്നത് പോലെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാനുള്ളതിൽ അദ്ദേഹം ചില പഴഞ്ചൊല്ലുകളുമായി രംഗത്ത് വരണം, പഴങ്കഥകളുമായി. വോട്ട് ചോരി, അതോടൊപ്പം തന്നെ മറ്റ് ആരോപണങ്ങൾ. നിങ്ങൾ ഈ കാലത്തെക്കുറിച്ച് സംസാരിക്കൂ. അങ്ങനെയാണെങ്കിൽ വരുന്ന ഇനി പല തെരഞ്ഞെടുപ്പുകളും വരുന്നുണ്ടല്ലോ. കേരളത്തിലുണ്ട്, ആസാമിലുണ്ട്, ബീഹാറിലുണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാട്ടി അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങും. അല്ലാതെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ തോക്കാൻ ഇതാണ് കാരണം, എൻ്റെ പാർട്ടി തോക്കാൻ ഇതാണ് കാരണം, അന്ന് ഇത്തരം ആരോപണങ്ങളും ഇത്തരം ക്രമക്കേടും ഉണ്ടായിരുന്നപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? അങ്ങ് മലേഷ്യയിലായിരുന്നു. മലേഷ്യയിലായിരുന്നെങ്കിൽ അന്ന് ഇപ്പോൾ തുറന്നു പറയണം, ഞാനന്ന് മലേഷ്യയിലായിരുന്നു, അതുകൊണ്ട് വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിഞ്ഞില്ല, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഞാൻ വൈകിയാണ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഈ വിവരങ്ങൾ എനിക്ക് ലഭിക്കുകയും ഞാൻ ഇപ്പോൾ നിങ്ങളോടൊപ്പം പറയുകയും ചെയ്തു. പറഞ്ഞാൽ മാത്രം പോരല്ലോ. എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നില്ല?
നിങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല, ഹൈക്കോടതികളെ സമീപിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച കർണാടകയിൽ നിന്നൊരു വിധി ഉണ്ടായല്ലോ, വോട്ടെണ്ണലിൽ ക്രമക്കേട് നടന്നു. BJP നേതാവ് കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഭരണഘടന ഉയർത്തിക്കൊണ്ട് നടക്കുമല്ലോ കയ്യിൽ, ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അത് നിങ്ങൾ തുറന്നു പറയുമോ? നിങ്ങൾ തുറന്നു പറയൂ, രാഹുൽ ഗാന്ധി തുറന്നു പറയൂ, എനിക്ക് ഭരണഘടനാ സ്ഥാപനങ്ങളെ വിശ്വാസമില്ല. അതെല്ലാം പൂർണ്ണമായി തന്നെ സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെ, സുപ്രീം കോടതിയും എന്ന് താങ്കൾ എടുത്തു പറയാൻ ധൈര്യമുണ്ടോ? സുപ്രീം കോടതി ഉൾപ്പെടെ ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിലാണെന്ന്, നരേന്ദ്രമോദി കീഴടക്കി വച്ചിരിക്കുകയാണ്, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ ഉണ്ടെന്ന് താങ്കൾക്ക് പറയാൻ ചങ്കുറപ്പുണ്ടോ? കാരണം ഇപ്പോൾ 50 വർഷമാകുന്നുണ്ടല്ലോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട്. തങ്ങളുടെ മുത്തശ്ശി അന്ന് മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ എല്ലാവരെയും വലിഞ്ഞു മുറുക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ കരുത്തുള്ള പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. ആ പ്രധാനമന്ത്രിമാരെ വച്ച് താരതമ്യം ചെയ്യുമ്പോഴാണ് നിലവിലെ മൻമോഹൻ സിംഗ്, മുൻപുണ്ടായിരുന്ന മൻമോഹൻ സിംഗ് ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയായി മാറുന്നത്. എന്തായാലും ഇനിയും ഇത്തരം പ്രസ്താവനകളുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കും. അദ്ദേഹം ഇപ്പോൾ പറയുകയാണല്ലോ, നേപ്പാളിൽ ഉണ്ടായ കലാപത്തെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പരാമർശങ്ങളും ചെന്ന് നിൽക്കുന്നത്. ജൻസിയുമായി അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നു, ജൻസികൾ തെരുവിലിറങ്ങണം, നിങ്ങൾ പ്രതികരിക്കണമെന്ന് പറയുക. ആദ്യം ജൻസികളെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ളത് കോൺഗ്രസിനുള്ളിലെ ജൻസികളെ അഡ്രസ്സ് ചെയ്യുക. കാരണം നിങ്ങൾ ഇതെന്താണ്, നിങ്ങളെ കുത്തക അവകാശമാണോ? നെഹ്റു, രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അങ്ങനെ കോൺഗ്രസിനെ ഒരു കുടുംബം വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷപ്പെടുത്തണം. പ്രവർത്തിച്ചു വരുന്നവർ, അടികൊണ്ടുവരുന്നവർ, സമരം നടത്തി വരുന്നവർ, പോസ്റ്റർ ഒട്ടിച്ചു വരുന്നവർ ആ പാർട്ടിയുടെ നേതാക്കളായി മാറണം. അല്ലാതെ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും നിങ്ങളെ ചുമക്കേണ്ട ഗതികേട് കോൺഗ്രസ് പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജൻസി പ്രക്ഷോഭം ആരംഭിക്കേണ്ടത് ഇന്ത്യയിലല്ല, കോൺഗ്രസ് പാർട്ടിക്കുള്ളിലാണ്. അവിടെ പുതിയ നേതാക്കൾ ഉയർന്നു വരണം. ആ ഉയർന്നു വരുന്ന നേതാക്കളെ രാഹുലും കുടുംബവും നെഹ്റു കുടുംബം ചവിട്ടിത്താക്കുകയാണ്. അതിനെതിരെ ജനങ്ങൾ രംഗത്ത് വരണം. ജനങ്ങളല്ല, അവിടുത്തെ പാർട്ടി പ്രവർത്തകർ രംഗത്ത് വരണം. ജ്യോതിരാദിത്യ സിൻഹ ഉൾപ്പെടെ, സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇപ്പോഴുള്ള ഗതി എന്താണ്? അവിടെ യുവ നേതാക്കൾ ഉയർന്നു വരുമ്പോൾ അവരെ ചവിട്ടിത്താക്കുകയാണ്. എല്ലാ കാലത്തും നെഹ്റു കുടുംബത്തിനും രാഹുൽ ഗാന്ധിക്കും പെട്ടിപിടിക്കുന്നവരെ മാത്രം അവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നു. അവർ കഴിവുകെട്ടവരാണ്. ആ കഴിവുകെട്ട നേതാക്കൾ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിന് തുടർച്ചയായ ഇത്തരം പരാജയങ്ങൾ സംഭവിക്കുന്നത്. അത് അവിടുത്തെ നേതാക്കൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയണം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടല്ലോ, അത് തുറന്നു പറഞ്ഞൊരു നേതാവായിരുന്നു ശശി തരൂർ. ശശി തരൂരിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പൂർണ്ണമായി തന്നെ അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോയില്ലേ? അപ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പിന്തുണ നൽകി ഇപ്പോൾ അടിയന്തരമായി തന്നെ ജൻസി പ്രക്ഷോഭം ആരംഭിക്കാനുള്ള സ്ഥലം കോൺഗ്രസ് പാർട്ടിയാണ്. നെഹ്റു കുടുംബത്തെ പൂർണ്ണമായി തന്നെ ചവിട്ടി പുറത്താക്കണം. അവർ തങ്ങളുടെ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തെ, നമ്മുടെ മുത്തശ്ശി പ്രസ്ഥാനത്തിന്റെ കോടാനുകോടി രൂപയും വിഴുങ്ങി അവിടെ ഇരിക്കുകയാണ്, ആ കസേര വിട്ടൊഴിയാതെ. അതുകൊണ്ട് തന്നെ ദുർബലനായ ഒരു ഭരണാധികാരിയും ദുർബലനായ സംഘാടകനും രാഹുൽ ഗാന്ധിയാണ്, മൻമോഹൻ സിംഗ് ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. താമസിയാതെ തന്നെ, വൈകാതെ തന്നെ അതിൽ അങ്ങനെ ഒരു വിപ്ലവം ഉണ്ടാകും. എത്ര നാൾ ജനങ്ങളെ, പാർട്ടി പ്രവർത്തകരെ, ആ സംഘടനയിലെ സാധാരണക്കാരെ അടിച്ചമർത്തി വയ്ക്കാൻ നെഹ്റു കുടുംബത്തിന് കഴിയും? ഒരു നാൾ അതിൽ വിപ്ലവം ഉണ്ടാകും. രാഹുൽ ഗാന്ധിയും കുടുംബവും അതിൽ നിന്നും പുറത്തു പോകും. മികച്ച നേതാക്കളുണ്ടാകും. കോൺഗ്രസ് ഇനിയും ഇന്ത്യയിൽ തുടരുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.